എടാ ഷിജു, എൻ്റെ കൂടെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരുമോ? ഒരു പരാതി കൊടുക്കാനാ. എന്താ ചേട്ടാ? ഒരു ചാരിറ്റിക്കാരൻ വന്ന് പറ്റിച്ചടാ. പറ്റിച്ചുന്നോ? എങ്ങനെ? എൻ്റെ മോള് വയ്യാതിരിക്കുകയല്ലേ. ഒരു ചങ്ങാതി കഴിഞ്ഞ ദിവസം വന്ന് മോളുടെ വീഡിയോ ഒക്കെ എടുത്തു. ആളുകളുടെ സഹായം വാങ്ങിത്തരാമെന്നും പറഞ്ഞ് അതൊക്കെ ചെയ്തേ. എൻ്റെ ഫോൺ നമ്പറും അക്കൗണ്ട് വിവരങ്ങളൊക്കെ എഴുതിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് ഇന്നലെ മുതൽ ആളുകൾ എന്നെ വിളിച്ച് കാര്യം അന്വേഷിക്കുന്നുണ്ട്. അധിക പേരും സംഗതി അറിഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇതുവരെ ഒരു രൂപ പോലും വന്നില്ല. അതെങ്ങനെ? എൻ്റെ അനിയൻ ഇപ്പോൾ ആ വീഡിയോ സംഘടിപ്പിച്ചപ്പോഴാണ് കള്ളം പൊളിഞ്ഞത്. എൻ്റെ അക്കൗണ്ട് നമ്പർ അല്ല അതിൽ കൊടുത്തിരിക്കുന്നത്. നീ വാ, ഇതൊന്നും പിന്നേക്ക് വെക്കരുത്. ഇവനൊക്കെ എന്തുതരം മനുഷ്യനാണോ ആവും. നമുക്കൊരു ഗുണമുണ്ട്. എന്തൊക്കെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാലും വേർതിരിവുകൾ സൂക്ഷിച്ചാലും ഒരു സഹജീവിയുടെ കണ്ണീരൊപ്പാൻ, ആപത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കും. നമ്മുടെ ഈ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ് ചിലർ. നല്ല രീതിയിൽ ചാരിറ്റി ചെയ്യുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും സംഘങ്ങളും ഉണ്ടെങ്കിലും അവർക്കിടയിൽ ഇത്തരം ഇത്തിൽ കണ്ണികൾ പെരുകുന്നത് വലിയ വിപത്ത് തന്നെയാണ്. നമ്മുടെ സഹായം അർഹരായവർക്ക് മാത്രം ചെന്നെത്തണം. അതിന് സഹായിക്കുന്നതിന് മുൻപ് കൃത്യമായ വിവരം തേടുന്നത് നല്ലതായിരിക്കും. എങ്കിലേ കുറേയൊക്കെ ഈ ചാരിറ്റി തട്ടിപ്പിന് പരിഹാരം കാണാൻ സാധിക്കും. ലെറ്റ് us change.